ഇവർ ഒരു കാലത്ത് ഒരു സാമ്പാർ ഉണ്ടാക്കി മലപ്പുറത്ത്, ഒരു ലീഗ് വിരുദ്ധ സാമ്പാർ. അതിലെ വെണ്ടയ്ക്കായിരുന്നു വെൽഫെയർ പാർട്ടി, അതിലെ മുരിങ്ങയ്ക്കായിരുന്നു SDPI, അതിലെ വലിയൊരു ഉരുളക്കിഴങ്ങായിട്ട് തിളച്ചു മറിഞ്ഞത് CPM ആണ്. പിന്നെ ഇപ്പൊ ഇവിടെ സാമ്പാർ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറയുന്നു. മുസ്ലിം ലീഗ് ചെയ്യുന്നത് എന്താ? നല്ല പോത്ത് ബിരിയാണി ഉണ്ടാക്കുക. അതിലെ പോത്താണ് മുസ്ലിം ലീഗ്, അതിലെ പിന്നെ എന്താ നെയ്യാണ് SDPI, അതിലെ അരിയാണ് ജമാഅത്തെ ഇസ്ലാമി. എന്നിട്ട് ഒരുമിച്ച് ഉണ്ടാക്കിയിട്ട് ആർക്കാ തിന്നാൻ കൊടുക്കുന്നത്? ഈ കോൺഗ്രസിന്. കേട്ടോ, നിങ്ങൾ ഞങ്ങളെ സാമ്പാർ ഉണ്ടാക്കാൻ പഠിപ്പിക്കണ്ട. അതുകൊണ്ട് നിങ്ങളാണ് ഇവിടെ അപകടകരമായ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നത്. ഇവിടെ സകല മുന്നണികളും ഉണ്ടാക്കി SDPIയുമായിട്ട് ചർച്ച നടത്തി. കൊണ്ടോട്ടിയിൽ ആ ഹോട്ടലിൽ നിന്ന് ചർച്ച നടത്തിയത് ആരുമായിട്ടായിരുന്നു? നിങ്ങളുടെ നേതാക്കന്മാരല്ലേ ചർച്ച നടത്തിയത്? ഈ നാട്ടിലാകെ കണ്ടതല്ലേ മുസ്ലിം ലീഗ് നേതാക്കന്മാർ ഇവരുമായി ചർച്ച നടത്തിയെന്ന്. മുസ്ലിം ലീഗാണ് RSSന് നാരങ്ങാ വെള്ളം കൊടുത്തത്. ഞങ്ങള് കേക്ക് മുറിച്ചത് സംഘപരിവാരത്തിനെതിരാണ്. ഞങ്ങൾ അതേ സംഘപരിവാരത്തിന്റെ കൊടി പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അഴിച്ച് താഴെ ഇറക്കിയവരാണ്. അവിടെയെല്ലാം മുസ്ലിം ലീഗ് ചെയ്യുന്നത് എന്താണ്? നാരങ്ങാ വെള്ളം RSSന് കലക്കി കൊടുക്കുക. നിങ്ങളാണ് RSSന്റെ സമരപന്തലിൽ പോയി RSS നേതാവിനെ, BJP നേതാവിനെ തിരുവനന്തപുരത്ത് പോയി നിങ്ങളുടെ തങ്ങളാണ് കെട്ടിപ്പിടിച്ചിരുന്നത്. അപ്പൊ ഇതൊന്നും നിങ്ങൾ ഞങ്ങളെ ഉപദേശിക്കണ്ട. ഞങ്ങൾ ശക്തമായി ന്യൂനപക്ഷ വർഗീയവാദത്തിനും ഈ ഭൂരിപക്ഷ വർഗീയവാദത്തിനും എതിരാണ്. ഞങ്ങളുടെ നിലപാട് സെക്കുലർ ആണ്. ഞങ്ങൾ മതനിരപേക്ഷതയാണ്, മാനവികതയാണ് മുന്നോട്ട് വെക്കുന്നത്. ഷൊർണൂർ കൗൺസിലർ വിളിച്ചിരുന്നു. അപ്പോൾ ഷൊർണൂർ കൗൺസിലറോട് കൃത്യമായിട്ട് പറഞ്ഞു, ഷൊർണൂർ കൗൺസിലർ SDPയുടെ പിന്തുണ കൊണ്ട് തന്നെയാണ് സാർ ചെയർമാനും വൈസ് ചെയർമാനും. ഓങ്ങല്ലൂർ പഞ്ചായത്ത്, പാലക്കാട് നിങ്ങളുടെ ഓങ്ങല്ലൂർ റിപ്പോർട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചാൽ അറിയാം, അവിടെയും SDPയുടെ പിന്തുണ ഇന്നും ഈ പറയുന്ന സമയത്തും CPMന്റെ ഭാഗമായിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായിട്ടാണ്. ഞങ്ങൾ ഇറക്കിയ ഒരു സ്റ്റേറ്റ്മെന്റ്, CPMന്റെ സംസ്ഥാന കമ്മിറ്റി ഇറക്കിയ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ നിങ്ങളുടെ വാട്സപ്പിൽ അയച്ചിട്ടുണ്ട്. ഇപ്പൊ നേരത്തെ ഇവിടെ BJP നേതാവൊക്കെ പറഞ്ഞു ഓങ്ങല്ലൂരിലെയും ഷൊർണൂരിലെ ശുദ്ധ അസംബന്ധമാണ്. പരസ്യമായി ഞങ്ങൾ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയതാ. അതാ ഞാൻ നിങ്ങൾക്ക് അയച്ചത്. വെറുതെ ഞങ്ങൾ ഇങ്ങനെ പിന്തുണ വാങ്ങി, അവിടെ പിന്തുണ വാങ്ങി എന്നൊക്കെ ഇവർ പറയാ എന്നല്ലാതെ ഒരടിസ്ഥാനവും ഇല്ല. ഓങ്ങല്ലൂരിലായാലും ഷൊർണൂരിലായാലും ഒരു SDPയുടെ പിന്തുണയും ഞങ്ങൾക്കില്ല. അത് വേണ്ടതാനും. ഞാൻ ഓങ്ങല്ലൂരിലെയും അതുപോലെ തന്നെ ഷൊർണൂരിലെയും നഗരസഭാ ഭാരവാഹിയുടെയും പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും നമ്പർ ഉൾപ്പെടെയാണ് സ്മൃതിക്ക് അയച്ചത്. പറ്റുമെങ്കിൽ വിളിച്ച് ഉറപ്പുവരുത്ത്. എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോട് ശുദ്ധ നുണ പറയുന്നവരെ നിങ്ങൾ തിരിച്ചറിയണം എന്ന് എനിക്ക് പറയാനുള്ളൂ. ഷൊർണൂരുകാർ ഇത് കേൾക്കുന്നുണ്ടാവുമല്ലോ. പിന്നെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ബന്ധം പറയുന്നു. ഞങ്ങൾ കുൽഗാമിൽ, ഇപ്പൊ അടുത്ത നടന്ന തെരഞ്ഞെടുപ്പാ കാശ്മീരിൽ, കുൽഗാമിൽ ഞങ്ങൾ തോൽപ്പിച്ചതാരാ? മുഹമ്മദ് യൂസഫ് തരിഗാമി എന്ന് പറയുന്ന CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗത്തോട് മത്സരിച്ചത് ജമാഅത്തെ ഇസ്ലാമിക്കാരനാണ്. ആരുടെ പിന്തുണയോടുകൂടിയാണ്? BJPയുടെ നേതാവ് പറ. BJPയുടെ പിന്തുണയോടുകൂടിയാ. BJPയും RSSും ഒരുമിച്ചാണ് ഞങ്ങളെ തോൽപ്പിക്കാൻ പരിശ്രമിച്ചത് അങ്ങ് കാശ്മീരിൽ. ഇവിടെ തെക്ക് ഡിണ്ടിഗലിൽ ഞങ്ങളുടെ നേതാവ് MP ആയത് എങ്ങനെയാ? SDPIക്കാരനെ ഉൾപ്പെടെ പരാജയപ്പെടുത്തിയിട്ടാ. നിങ്ങൾ എല്ലാവരും കൂടി, എല്ലാ വർഗീയവാദികളും, ന്യൂനപക്ഷമാകട്ടെ തീവ്രവാദികളാവട്ടെ, ഭൂരിപക്ഷ വർഗീയവാദികളാവട്ടെ തീവ്രവാദികളാവട്ടെ, അവരെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഞങ്ങളെ തോൽപ്പിക്കുന്നത്. ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെയാണ് വിമർശിച്ചത്, മുഴുവൻ മുസ്ലിങ്ങളെയുമല്ല. ആ നിലയ്ക്ക് അതിനെ കാണരുത് എന്ന് ഇന്ന് MP ഗോവിന്ദനും പറയുന്നു. പക്ഷെ അന്നത്തെ പ്രസംഗത്തിൽ വിജയരാഘവൻ കൃത്യമായി പറയുന്നുണ്ട്, ആരുടെ പിന്തുണയിലാ രാഹുൽ ഡൽഹിയിലെത്തിയത്? മുസ്ലിം വർഗീയ വോട്ടുകളുടെ പിന്തുണയില്ലെങ്കിൽ രാഹുൽ ഇവിടെ നിന്ന് ഡൽഹിക്ക് എത്തുമോ എന്നതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്ര വലിയ ഒരു ഗ്രൂപ്പായി മാറിയിട്ടുണ്ടോ SDPI? ഇത്ര വലിയ സംഖ്യയിലേക്ക് ഉയർന്നിട്ടുണ്ടോ ജമാഅത്തെ ഇസ്ലാമി? അല്ല സ്മൃതി, ഇതിലെന്താ പ്രശ്നം? അത് പറയാൻ പാടില്ലേ? മുസ്ലിം വർഗീയവാദികൾ എന്ന് പറഞ്ഞാൽ ആരാ? മുസ്ലിം ജനവിഭാഗത്തെയാണ് വർഗീയവാദികൾ എന്ന് വിളിക്കുന്നത്. ഈ ഷിബു മീരാന്റെ പാർട്ടിയുടെ നേതാവ് KM ഷാജിയും MK മുനീറും ഒക്കെ വിളിച്ചിട്ടില്ലേ ജമാഅത്തെ ഇസ്ലാമിയെ തീവ്രവാദികൾ എന്ന്, ഭീകരവാദികൾ എന്നൊക്കെ? ഞാൻ വീഡിയോ അയച്ചു തരണോ? എത്ര തവണ വിളിച്ചിട്ടുണ്ട്? ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ വോട്ട് വേണ്ടാന്ന് പലവട്ടം ഇവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്തല്ല ഞങ്ങൾ ഇത് പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് CPMന്റെ ഒരു ജില്ലാ സമ്മേളന വേദിയിൽ തെരഞ്ഞെടുപ്പും ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനവും എല്ലാം സംസാരിച്ചുകൊണ്ട് 1 മണിക്കൂറിലധികം നീണ്ടുനിന്ന പ്രസംഗം. എനിക്ക് സ്മൃതിയോടും അതുപോലെ തന്നെ ഷിബുവിനെ പോലെയുള്ള ഈ മുസ്ലിം ലീഗിലൊക്കെ ഇടപെടുന്ന സത്യം മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ വിജയരാഘവന്റെ പ്രസംഗം ഒന്ന് പൂർണ്ണമായും കേൾക്കണം. നിങ്ങൾ എല്ലാ CPMകാരുടെയും പ്രസംഗം ഒന്ന് പൂർണ്ണമായി കേൾക്കണം. ഞങ്ങളുടെയൊക്കെ പ്രസംഗത്തിൽ, ഞങ്ങളുടെ നേതാക്കന്മാരുടെ പ്രസംഗത്തിലെല്ലാം പൂർണ്ണമായും അതിൻ്റെ ഒരു 90% സംഘപരിവാർ വിരുദ്ധ പ്രസംഗമാണ്, വർഗീയ വിരുദ്ധ പ്രസംഗമാണ്. രാജ്യത്തെ വിഭജിക്കുന്ന വലതുപക്ഷ തീവ്ര നിലപാടെടുക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടിനെതിരെയാണ് ഈ രാജ്യത്തുടനീളം ഞങ്ങൾ ഒരേ ഭാഷയിൽ സംസാരിക്കുന്നത്. അതിൻ്റെ കൂടെ ഈ വയനാടിന്റെ, കേരളത്തിന്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇന്ന് മുസ്ലിം ലീഗിലെ ചില വിഭാഗത്തിന്റെ നിർബന്ധം കൊണ്ട് നേരത്തെ കൊണ്ടോട്ടിയിലൊക്കെ SDPIയുമായിട്ടൊക്കെ രാത്രി ചർച്ച നടത്തിയ അതേ ലീഗിന്റെ താല്പര്യപ്രകാരം ഒരു ഭാഗത്ത് SDPIയെയും മറുഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമിയെയും കൂടെ കൊണ്ട് നടക്കുന്ന ഒരു നടപടിയുണ്ട്. ആ നടപടിയെ ഞങ്ങൾ ചോദ്യം ചെയ്യും. അതിനെക്കുറിച്ച് സമൂഹം ചർച്ച ചെയ്യണമെന്ന് പറയും. അത് പറയുന്നത് എന്താ തെറ്റ്? നിഷേധിക്കുമോ? അല്ല,
അല്ല, അതിനു മുമ്പ് ഞങ്ങൾ പറഞ്ഞ എത്ര സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുന്നതിനെ കുറിച്ച് ഞങ്ങൾ അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടില്ലേ? ഇവിടെ തന്നെ നോക്കൂ, ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങളുടെ ഒരു CPM-ന്റെ ഒരു നിലപാടിന്റെ കൃത്യത നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ഈ സത്യൻ മൊകേരി ഇവിടെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക. ആ ഉപതെരഞ്ഞെടുപ്പിന്റെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ ഞങ്ങളുടെ പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവനാണ്. ഞങ്ങൾ അന്നൊന്നും ഇത് പറഞ്ഞില്ല. കാരണം എന്താ അറിയോ, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. നിങ്ങളിപ്പോ പലരും പ്രചരിപ്പിക്കുന്നുണ്ട്, അയ്യോ ഇത് ഡൽഹിയിലിരിക്കുന്ന BJP-ക്ക് വലിയ ഗുണം ചെയ്യുന്ന ഒരു സംസാരമായി പോയി. ഞങ്ങൾ അതൊന്നും പറഞ്ഞിട്ടില്ല അന്ന്. ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ ഒരു ജില്ലാ സമ്മേളനത്തിനകത്ത് ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഇവരുടെ എല്ലാം പിന്തുണ ഉറപ്പിച്ചുകൊണ്ട് ഇവർ മത്സരിക്കുകയാണ്, ഇത് പറയണ്ടേ? ആർജവമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? ഒന്ന് മൈക്ക് നീട്ടിയിട്ട് രാഹുൽ ഗാന്ധിയോട് ചോദിക്കണം, നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെയും SDP-യെയും അംഗീകരിക്കുന്നുണ്ടോ എന്ന്. അവരുടെ പിന്തുണയിലും അവരുടെ സഖ്യകക്ഷികളുമായിട്ടാണ് ഇപ്പോൾ കേരളത്തിലെ UDF മത്സരിക്കുന്നത്. അതുകൊണ്ട് ആ നിലപാട് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിക്ക്, അവർ തിരുത്തട്ടെ. ഈ തെരഞ്ഞെടുപ്പിൽ ഇവർ പറയുന്ന 4 ലക്ഷം അതിലധികമൊക്കെ വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട് എന്ന് പറയുന്ന മണ്ഡലങ്ങളിൽ ഒരു പ്രതീക്ഷ നൽകുന്ന സ്റ്റേറ്റ്മെന്റ് നടത്തിക്കൂടെ ഇവർക്ക്? ഞങ്ങൾക്ക് SDP-യുടെ വോട്ട് വേണ്ട. ആവർത്തിച്ച് സ്മൃതിയുള്ള വേദിയിൽ പോലും ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടല്ലോ. സ്മൃതി തന്നെ പലപ്പോഴും പല ചാനലുകളിൽ വന്ന് ഇതേ പ്രതിനിധികളോട്, മുസ്ലിം ലീഗിന്റെയും UDF-ന്റെയും പ്രതിനിധികളോട് ചോദിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് SDP-യുടെ വോട്ട് വേണോ, ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണോ, വേണ്ട എന്ന് നിങ്ങൾ പറയോ, ഇവരുമായിട്ട് നിങ്ങൾ സഖ്യമുണ്ടോ, ചർച്ചയുണ്ടോ, ധാരണയുണ്ടോ, നീക്കുപോക്കുണ്ടോ ഒക്കെ ചോദിച്ചില്ലേ? എന്താ ഇവർ പറയാത്തത്, ആർജവം കാണിക്കാത്തത്? ഇനിയിപ്പോ അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോവാ. ഇവർക്കും ഈ ഷിബു വീരാൻ ഉൾപ്പെടെയുള്ളവർക്ക് പറയാൻ പറ്റുമോ ജമാഅത്തെ ഇസ്ലാമിയുമായി സീറ്റ് പങ്കിടില്ല എന്ന്? അവർ സീറ്റ് ധാരണ ഉണ്ടാക്കും. അഭിമന്യു കൊലപാതകത്തിന് ശേഷം നടന്ന കൂട്ടുകെട്ട്, അഭിമന്യു കൊലപാതകത്തിന് ശേഷം ആ കൂട്ടുകെട്ട് പിൻവലിക്കുമെന്ന് പറഞ്ഞ പ്രതികരണങ്ങൾ, ഇതൊക്കെ തന്നെയും റെക്കോർഡിക്കലായി കിടക്കുന്ന കാര്യങ്ങളല്ലേ വസീഫ്? പിന്നെ എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാത്ത തർക്കത്തിലേക്ക് പോകുന്നത്? നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത്, SDP-യുമായും RSS-ഉമായിട്ടൊക്കെ നേരിട്ട് ഏറ്റുമുട്ടുന്നവരാണ് ഞങ്ങൾ. അവരെ നഖശിഖാന്തം എതിർക്കുന്നവരാണ് ഞങ്ങൾ. ഈ RSS-നെയും SDP-യെയും ഒക്കെ എല്ലാ വേദികളിലും എതിർക്കുന്നവരാണ് ഞങ്ങൾ. ചില തെരഞ്ഞെടുപ്പുകളിൽ അവരെവിടെയെങ്കിലും ഒരു ഉപതെരഞ്ഞെടുപ്പിലോ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിലോ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു വരുന്ന സമയത്ത് അവരുടെ പിന്തുണയോടുകൂടി ഏതെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റോ മറ്റോ ജയിച്ചു കഴിഞ്ഞാൽ ഉടനടി രാജിവെക്കുന്ന രീതിയാണ് ഞങ്ങൾക്കുള്ളത്. എവിടെയാണ് അങ്ങനെ രാജിവെക്കാതിരുന്നത്? എവിടെയെങ്കിലും പ്രാദേശികമായി ഏതെങ്കിലും പ്രദേശത്ത് അവരുടെ പിന്തുണയോടുകൂടി ഏതെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റുമാരോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഞങ്ങളുടെ സംസ്ഥാന നേതൃത്വം അറിഞ്ഞപാടെ ഇടപെട്ട് അവരെ വാശിയോടുകൂടി ആ പിന്തുണയിൽ നിന്ന് പുറകോട്ട് കൊണ്ടുപോകുന്ന മുന്നണിയും പ്രസ്ഥാനവുമാണ് ഞങ്ങളുടേത്. ഒരു നിലക്കും അവരുമായി ഒരു ബന്ധവും ഞങ്ങൾക്ക് വേണ്ട എന്ന് തന്നെയാണ്. 1000 തവണ പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നാലും തോൽക്കേണ്ടി വന്നാലും SDP-യുമായിട്ടൊന്നും ഓരോ അഡ്ജസ്റ്റ്മെന്റും ഒരു കൂട്ടുകെട്ടും ഞങ്ങൾ ഉണ്ടാക്കില്ല. പിന്നെ വെറുതെ അഭിമന്യുവിന്റെ പേരും പറഞ്ഞു ഞങ്ങളെ മോശമാക്കരുത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാവ് അഭിമന്യുവിനെ കൊലപ്പെടുത്തിയവരെ ആ കൊലപ്പെടുത്തിയ നിമിഷം മുതലല്ല ഞങ്ങൾ വെറുക്കാൻ തുടങ്ങിയത്. ഈ SDP NDF ആയിരിക്കുന്ന സമയത്ത്, ഇവർ നാദാപുരത്ത് കൊലപാതകം നടത്തുന്ന സമയത്ത് ഞങ്ങളുടെ ബിനുവിനെ കൊല്ലാൻ വേണ്ടി ഈ NDF-മായി കൂട്ടുപിടിച്ച മുസ്ലിം ലീഗിനെ ഉൾപ്പെടെ ഞങ്ങൾ ഈ തെരുവിൽ വിചാരണ ചെയ്തതാ. SDP-യും ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയിൽ ഏതെങ്കിലും പ്രാദേശികമായി എവിടെയെങ്കിലും അവർ വോട്ട് ചെയ്ത് ഏതെങ്കിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനോ മറ്റോ ജയിച്ചാൽ തന്നെ അത് രാജിവെക്കണമെന്ന് ഞങ്ങളുടെ പ്രഖ്യാപിത നിലപാടാ. അത് അഭിമന്യുവിനെ കൊന്നതുകൊണ്ടൊന്നല്ല. അതിനു മുമ്പല്ലേ നാദാപുരത്ത് കലാപം ഉണ്ടാക്കിയത് ഇവര്? അതിനു മുമ്പല്ലേ ഇവരുമായിട്ട് ഇവരുടെ എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾ ഇടപെട്ടതും ഇവർക്കെതിരെ വലിയ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തതും? ഇന്നത്തെ സുപ്രഭാതത്തിലെ എഡിറ്റോറിയൽ സംഘപരിവാറിന് മണ്ണൊരുക്കുകയാണോ CPM എന്ന തലക്കെട്ടിലാണ്. അത് വസീഫും വായിച്ചു കാണുമല്ലോ. സുപ്രഭാതത്തിൽ വന്ന വാർത്ത. സുപ്രഭാതമൊക്കെ നിങ്ങളിപ്പോ നാട്ടിലൊന്നല്ലേ ജീവിക്കുന്നത്? സുപ്രഭാതത്തിനെയൊക്കെ വരിഞ്ഞു മുറുക്കിയിരിക്കുക. സുപ്രഭാതം എന്ന് പറയുന്നത് സമസ്ത സുന്നിയുടെ ഒരു പത്രമാണ്. ആ പത്രത്തെ അവരുടെ സ്വതന്ത്ര നിലപാടിനെ എല്ലാം ഇപ്പൊ മുസ്ലിം ലീഗ് അങ്ങ് വരിഞ്ഞു മുറുക്കിയിരിക്കുക, ഭീഷണിപ്പെടുത്തിയിരിക്കുക, അങ്ങ് ഒതുക്കിയിരിക്കുക. അവര് പോലും ഇവർക്കെതിരെ നിലപാട് പറഞ്ഞു. സ്മൃതി, എനിക്ക് ചോദിക്കാനുള്ളത്, ഈ മുസ്ലിം ലീഗിന്റെ അഭിപ്രായം എന്താ? മുനമ്പം വിഷയത്തിൽ VD സതീശനോടൊപ്പമാണ് ഇവരുടെ നിലപാട്? ആണോ? ബാബരി മസ്ജിദ് തകർത്തത് ജാംബവാന്റെ കാലത്ത് അതിനെക്കുറിച്ച് പറയേണ്ടതില്ല എന്ന് പറഞ്ഞ സുധാകരന്റെ നിലപാടിനോടൊപ്പമാണ് ഇവരുടെ നിലപാട്? ഈ ബാബരി മസ്ജിദ് തകർത്തിടത്ത്, രാജ്യത്തെ മതനിരപേക്ഷത തകർത്തിടത്ത് നിർമ്മിച്ച രാമക്ഷേത്രം എന്റെ അച്ഛന്റെ സ്വപ്നമാണ് എന്ന് പറഞ്ഞ പ്രിയങ്കയുടെ നിലപാടിന് ഇവർ അംഗീകരിക്കുന്നുണ്ടോ? അവരൊക്കെ വെള്ളി ഇഷ്ടിക കൊടുത്തയച്ചത് ഇവർ അംഗീകരിക്കുന്നുണ്ടോ? BJP എന്ന് പറയുന്ന ഒരു മുഖ്യ ശത്രുവിനെ, രാജ്യത്തിന് അപകടകരമായ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന BJP, സംഘപരിവാർ ആശയങ്ങൾ, ധ്രുവീകരണ രാഷ്ട്രീയം, ഇതിനെതിരെ എങ്ങനെ ഈ രാജ്യത്ത് ഒരു ഐക്യമുന്നണി ഉണ്ടാക്കാൻ പറ്റുമോ ആ ഐക്യമുന്നണി ഉണ്ടാക്കാൻ ഞങ്ങൾ ശ്രമിക്കും. BJP ശക്തിയായി വരുന്ന സ്ഥലങ്ങളിൽ BJP-യെ തകർക്കാൻ ആവശ്യമായ സകല പരിപാടികളും ഞങ്ങൾ സ്വീകരിക്കും. അങ്ങനെ BJP-യെ തകർക്കാൻ ആവശ്യമായ ഒരു കാര്യമാണോ ഇപ്പോൾ ഇവിടെ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വസീഫ്? BJP-യെ തോൽപ്പിക്കാൻ BJP ഉള്ളിടത്ത് ഞങ്ങൾ എന്ത് ചെയ്യും?
അവരെ തോൽപ്പിക്കാൻ പറ്റിയവരെല്ലാം കൂട്ടിച്ചേർക്കും. അത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അങ്ങനെ കൂട്ടിച്ചേർത്ത് BJP എന്ന് പറയുന്ന മുഖ്യ ശത്രുവിനെ അവസാനിപ്പിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കും. അത് നേരത്തെയും ഞങ്ങളുടെ സുർജിത്തുള്ള സമയത്ത് നമുക്കറിയാലോ. വാജ്പേയിയുടെ കാലത്ത് ഞങ്ങൾക്ക് എണ്ണത്തിൽ കൂടുതൽ MP-മാരുള്ള സമയത്തും നിരുപാധിക പിന്തുണ കൊടുത്തതാ. ഈ മുസ്ലിം ലീഗിനെ പോലെ 5-ാം മന്ത്രിയും 6-ാം മന്ത്രിയും ചോദിച്ച് കെഞ്ചിയിട്ടൊന്നുമില്ല. നിരുപാധിക പിന്തുണ കൊടുത്ത് BJP അകറ്റി നിർത്തിയ പാരമ്പര്യമുള്ളവരാ ഞങ്ങള്. അതിനിയും ചെയ്യും, ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാൽ ഇവിടെ ഈ കേരളത്തിനകത്ത് ഈ SDPI-യെയും ജമാഅത്തെ ഇസ്ലാമിയെയും കാണിച്ച് വളരാൻ വെമ്പൽ കൊള്ളുന്ന RSS ഉണ്ട്, BJP ഉണ്ട്. അതിന് അവസരം ഉണ്ടാക്കി കൊടുക്കരുത് ഈ മുസ്ലിം ലീഗും കോൺഗ്രസും എന്നേ ഞങ്ങൾ പറഞ്ഞുള്ളൂ. ഈ പ്രശ്നം തീർന്നു. കോൺഗ്രസ് മുസ്ലിം ലീഗും ഒറ്റ വാക്കിൽ ഉത്തരം പറയട്ടെ, അല്ലെങ്കിൽ അവരങ്ങ് പ്രഖ്യാപിക്കട്ടെ ഞങ്ങൾക്ക് SDPI-യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പിന്തുണ വേണ്ട. അവർ ഈ സമൂഹത്തിൽ അപ്പോഴേക്ക് അസ്വസ്ഥമായി. അതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഈ കേരളത്തിനകത്ത് നമുക്ക് എന്തിനാ ഇങ്ങനെയുള്ള വർഗീയവാദികള്? UDF-ന് ഇപ്പോ ഇവർ 4 ലക്ഷം എന്നൊക്കെ പറയുന്നുണ്ട്. ആ 4 ലക്ഷത്തിനകത്ത് എന്തിനാണ് പിന്നെ അവർക്കൊന്ന് പറഞ്ഞൂടെ? അവർക്ക് അങ്ങ് പ്രഖ്യാപിച്ചൂടെ ഞങ്ങൾക്ക് ഈ ഒരു മത തീവ്രവാദികളുടെയും വോട്ട് വേണ്ടാന്ന്? പിന്നെ നിങ്ങൾ പറഞ്ഞു മുസ്ലിം ലീഗിന്റെ കൊടി പോലും അവർ ഉപേക്ഷിച്ചു എന്ന്. ഞങ്ങൾ എഴുതി കൊടുത്തിട്ട് ഉപേക്ഷിച്ചതല്ല, അങ്ങനെ ഉപേക്ഷിക്കേണ്ടി വന്നതല്ല മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടി. അത് രാഹുൽ ഗാന്ധിയുടെ മനസ്സിൽ കട്ട പിടിച്ചിട്ടുള്ള മുസ്ലിം വിരുദ്ധത തന്നെയാണ്, അവരുടെ മനസ്സിലുള്ള ഇസ്ലാമോഫോബിയയാണ്. എന്നെന്താ നിങ്ങൾ പറയാത്തത്? അതെന്താ നിങ്ങൾ പറയാത്തത്? അത് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. പച്ച എന്ന നിറം ഇല്ല, ലീഗിന്റെ കൊടി പോലും കേരളത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിൽ ഈ രാഷ്ട്രീയ സാഹചര്യത്തെ മോശമാക്കി എല്ലാ മനസ്സിലാക്കൽ CPM ഇല്ലല്ലോ എന്നുള്ളതാണ് ചോദ്യം. വസീഫ്, ലീഗിന്റെ കൊടിയും ഇവിടെ ഉയർത്തേണ്ടതാണെന്ന നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. ഇല്ല, പരിഹസിച്ചതല്ല. ലീഗിന്റെ കൊടി പോലും ഇവിടെ ഉയർത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ലീഗിന്റെ കൊടി ഒരു തീവ്രവാദ കൊടിയാണ് എന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. പച്ച എന്നത് അല്ല. ഞങ്ങൾ എന്തുകൊണ്ടാ പറയുന്നത്? ഞങ്ങൾ പറയുന്നത് ഇല്ല, അല്ല, പരിഹസിച്ചതല്ല. ഞങ്ങൾ പറഞ്ഞതെന്താ? പച്ച എന്നത് ഞങ്ങളൊക്കെ പച്ച ഞങ്ങൾ കാണുമ്പോൾ ഞങ്ങൾക്ക് അസ്വസ്ഥമാകും. ഇല്ല, അത് അസ്വസ്ഥമാകുന്നത് രാഹുൽ ഗാന്ധിക്കേ ഉള്ളൂ, അത് കോൺഗ്രസിനേ ഉള്ളൂ, ഞങ്ങൾക്കില്ല. സാധിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് ഇങ്ങനെ. അല്ല, ഞാൻ പറയട്ടെ, പച്ചക്കൊടിയെ ഞങ്ങളല്ല, പച്ചക്കൊടിയെ ഞങ്ങളാണോ നിരോധിച്ചത്? ഞങ്ങൾ പച്ച നിറം കാണുമ്പോ അസ്വസ്ഥരാകുന്നവരല്ല, പച്ചക്കൊടി ഉയർത്താൻ പാടില്ല എന്ന് പറയുന്നവരല്ല ഞങ്ങൾ. അങ്ങനെ പറഞ്ഞത് രാഹുൽ ഗാന്ധിയാണ്.